ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, അവരുടെ പോക്ക് മൃത്യുവിലേക്കുള്ള പോക്ക. മൃത്യുവിനെ വരവേൽക്കാനുള്ള പോക്ക്. ദേവി, മരിച്ച ആത്മാവിന് മോക്ഷം കിട്ടാൻ എന്താണ് മോക്ഷം? മരണശേഷം ആത്മാവ് എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേർപെട്ട് പരമാത്മാവിൽ ലയിക്കുന്നതിനെയാണ് മോക്ഷം കിട്ടുക എന്ന് പറയുന്നത്. ഗംഗാനദി പോലുള്ള അല്ലെങ്കിൽ മറ്റു പാപനാശിനികളിൽ ചിതാഭസ്മം ഒഴുക്കുന്നത് വഴി പരേതന്റെ പാപങ്ങൾ കഴുകിക്കളയപ്പെടുമെന്നും ആത്മാവിന് ജനന മരണ ചക്രങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ദഹന സമയത്ത് ശരീരം അഗ്നിയിലും വായുവിലും ലയിക്കുന്നു. അവശേഷിക്കുന്ന ഭസ്മം ജലത്തിൽ ഒഴുക്കുന്നതിലൂടെ ശരീരം പൂർണ്ണമായും പ്രകൃതിയുടെ ഘടകങ്ങളിലേക്ക് തന്നെ തിരിച്ചു ചേരുന്നു. പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മരണപ്പെട്ടയാളുടെ മോക്ഷപ്രാപ്തി അല്ല, അതിന് നിയോഗിക്കപ്പെട്ടവരുടെ അപമൃത്യുവാണ്. നിമിത്തശാസ്ത്രപ്രകാരം അപശകുനമാണല്ലോ കാണുന്നത്. എന്താ? ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ ആരൊക്കെ പോകുന്നെന്നാ പറഞ്ഞത്? വിഷ്ണുവിന്റെ ഭാര്യ, ഒപ്പം കൂടെ പോകുന്നത് വിഷ്ണുവിന്റെ ഹൃദയം സ്വീകരിച്ച ആളും. ഇതൊരിക്കലും നടക്കരുത്. നിമിത്തശാസ്ത്രം തെറ്റില്ല. കണ്ടില്ലേ വിളക്കിലെ ദീപം കെട്ടുപോയത്? അത് 2 തിരിയും കെട്ടുപോയില്ലേ? യാത്ര പോകുന്നതും 2 പേര്. അതിലൊരാൾ മരണപ്പെട്ടയാളുടെ തുടിക്കുന്ന ഹൃദയവുമായി. മതിയല്ലോ കാരണം. ഇത് നടക്കില്ല. അപ്പൊ രാശിഗ്രഹണാം സർവത്ര ദുർവിജ്ഞേയം ബലാബലം ശകുനേ ജാതസംവാദം രാശിഗ്രഹഫലം സ്ഫുടം. അതായത് രാശികളുടെയും ഗ്രഹങ്ങളുടെയും ബലാബലങ്ങൾ ഗണിച്ചറിഞ്ഞ് ഫലപ്രവചനം നടത്താൻ പ്രയാസമായി വരുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് നിമിത്തശാസ്ത്രത്തെയാണ്. ആ ശാസ്ത്രമാണ് നമുക്കിവിടെ മുന്നറിയിപ്പ് തന്നിരിക്കുന്നത്. മുന്നിൽ തെളിവ് സഹിതം കാണിച്ചു തന്നില്ലേ? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ യാത്ര ഒരിക്കലും നടക്കാൻ പാടില്ല. ഇനി മരിച്ചയാളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ പോകുന്നതെങ്കിൽ ഞാൻ പറയുന്നു, വിഷ്ണു മരിച്ചിട്ടില്ല. ജ്യോതിഷം ശാസ്ത്രമാണ്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സയൻസുമാണ്. ജനനം മുതൽ മരണം വരെ 1 സെക്കൻഡ് പോലും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശിയാണ് ഹൃദയത്തിനുള്ളതെങ്കിൽ ആ ഹൃദയമാണ് ഇപ്പോൾ മറ്റൊരുത്തന്റെ ശരീരത്തിൽ 1 സെക്കൻഡ് പോലും വ്യത്യാസം വരാതെ ജീവനോട് തുടിക്കുന്നത്. ആ മരിക്കാത്ത ഹൃദയവും വെച്ചുകൊണ്ട് അയാൾക്ക് എങ്ങനെ ആ ചിതാഭസ്മം ഒഴുക്കാൻ പറ്റും? ഉദാഹരണത്തിന്, എഞ്ചിൻ നിന്നുപോയാലല്ലേ വണ്ടി ഉപേക്ഷിക്കേണ്ടതുള്ളൂ. ഇവിടെ എഞ്ചിൻ നിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ തീർത്തു പറയുന്നു, ഇത് നടക്കില്ല. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു നോക്ക്. എന്ത്? വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകും, ഉറപ്പ്. അതിനൊരു സംശയവും വേണ്ട. സ്വാമി, എനിക്കാകെ പേടിയാവുക. അവരൊന്നിച്ച് പുറപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ തടയാൻ ശ്രമിക്കുക, അല്ലാതെ യാതൊരു പരിഹാരക്രിയയില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, അവരുടെ പോക്ക് മൃത്യുവിലേക്കുള്ള പോക്ക. മൃത്യുവിനെ വരവേൽക്കാനുള്ള പോക്ക്. ദേവി, കാണുന്നില്ലല്ലോ. ശിവേട്ടാ, ഇനി വഴി വല്ല തടസ്സവും? ഒന്നുമില്ലടാ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആ വന്നല്ലോ. എടി, നീ
എന്താ എത്ര വൈകിയത്? പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. ഏട്ടൻ എന്തറിഞ്ഞിട്ടേ പറയുന്നേ? അവിടെ കാവല് നിൽക്കുന്നവരെ ഒളിച്ചു വേണ്ടേ പോരാനായിട്ട്? സംശയമൊന്നും തോന്നിക്കാണില്ലല്ലോ. ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എന്നാ പിന്നെ ഇനി ഒട്ടും വൈകിക്കണ്ട, നമുക്ക് കേറിയാലോ? എന്തായി, പെണ്ണെത്തിയോ? ദാ എത്തി. എന്നാ പിന്നെ ചടങ്ങ് നടത്തിയാലോ? ആ, ഞങ്ങള് റെഡി. എന്നാ കയറിക്കോ, അകത്തുള്ള സ്ഥലത്തൊക്കെ നിക്കാം. വാ. വാ. സാറേ, ചെക്കനും പെണ്ണും റെഡി. മാഡം ഇരിക്കൂ. സാർ, ഇതാണ് ചെക്കനും പെണ്ണും. ഞങ്ങൾക്ക് ഇവിടെ ആദ്യം വേണ്ടത് ചെക്കനെയും പെണ്ണിനെയും അല്ല, 3 സാക്ഷികളെയാ. ആ, അതുണ്ട് സാർ. ഇനിയിപ്പോ അറിയേണ്ടത് സ്വന്തം ഇഷ്ടത്താലെടുത്ത തീരുമാനമാണല്ലോ, അല്ലാതെ ആരുടെയും ഭീഷണിക്ക് മുന്നിലല്ലല്ലോ ഈ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ ഇവിടം വരെ കഷ്ടപ്പെട്ട് വരത്തില്ലല്ലോ സാറേ. മാഡം ക്ഷമിക്കണം, ഇതൊക്കെ അറിയാം, എന്നാലും ചടങ്ങിൻ്റെതായ രീതി നടത്തണമല്ലോ, അതിനുവേണ്ടി ചോദിക്കുന്നതാ. ഇവരെല്ലാം ചെക്കന്റെ വീട്ടുകാരൊക്കെ ആയിരിക്കും, അല്ല പെണ്ണിന്റെ വീട്ടുകാർക്കായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും എതിർപ്പ്. സാധാരണ അങ്ങനെയാ കണ്ടുവരുന്നത്. സാറേ, പെണ്ണിന്റെ ആങ്ങളെ ഞാൻ. പെങ്ങളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിപ്പിച്ചോളാമെന്ന് ഞങ്ങളുടെ ചത്തുപോയ മുത്തശ്ശിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. ആളങ്ങ് കാഞ്ഞു പോയെങ്കിലും ജീവിച്ചിരിക്കുന്ന നമ്മളത് നടത്തി കൊടുക്കണ്ടേ? ഞങ്ങൾക്ക് അല്പം തിരക്കുണ്ടായിരുന്നു. ആയിക്കോട്ടെ, എന്നാ ശരി, ചെക്കനും പെണ്ണും റേസിൽ ഒപ്പിടാനായി വന്നോളൂ. ഏട്ടാ, എന്താടി? ചേച്ചി, ഏയ് പ്രകാശ്, എന്നാ നിങ്ങൾ ഒപ്പിട്ടോ. വാ. ദാ ഇവിടെ. സാക്ഷിക്കോളത്തിൽ ഒപ്പിടാൻ ആള് വേണമെന്നുണ്ടെങ്കിൽ പറയണം. മാറടാ. കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കുന്നുണ്ട്. അച്ഛാ, നീ മിണ്ടരുത്.